ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ നാട്ടിലേക്ക് ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത് ജൂലൈ 14-നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണൂരേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല ജൂലൈ സമയത്ത് നല്ല ചൂടായിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴയൊക്കെ കിട്ടി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലാൻഡ് ചെയ്യുന്നത് രാവിലെ ഒരു 4:30 മണിക്ക് അങ്ങനെയാണ്. പുലർച്ചെ സമയത്ത് 4:30 മണിക്ക് ലാൻഡ് ചെയ്തു. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം വിശപ്പുള്ളതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കാൻ ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടൽ കിട്ടുമെന്നൊക്കെ നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫുഡ് അങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാന്നുള്ള രീതിയിലൊരു ചെറിയൊരു ഹോട്ടൽ കിട്ടി. അവിടുന്ന് നമ്മൾ കുറച്ച് ഉപ്മാവും പൊറോട്ടയും പുട്ടും അതൊക്കെ നല്ല ചൂടാലെ കഴിച്ചിട്ടോ. കുഞ്ഞു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ ഒരുപാട് വലിയ ഹോട്ടലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തി കുട്ടികളൊക്കെ എഴുന്നേൽപ്പിച്ച് എല്ലാവരും ഒരു കിളിപോയ അവസ്ഥയായിരുന്നു. കുട്ടികൾ സ്വപ്നം കാണുകയാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്നുള്ള ഒരു എക്സൈറ്റ് എന്താ പറയുക, അങ്ങനെ ഒരു ഇതിലായിരുന്നു. ഫുള്ള് സർപ്രൈസ് ആയിരുന്നു എല്ലാവരും. ഒന്നാമത് രാവിലെ എണീക്കുമ്പം തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു കിളിപോയ അവസ്ഥയാണല്ലോ. അതിൻ്റെ കൂടെ നമ്മളെയും കൂടി കണ്ടപ്പോൾ അവർ മൊത്തത്തിൽ കിളിപോയ അവസ്ഥയായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ദിവസങ്ങളെല്ലാം ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇതെൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒന്നിൻ്റെയും വീഡിയോ ഒന്നുമില്ല. ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു വ്ളോഗാക്കാമെന്ന് കരുതിയതാണ്. അപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലെത്തിയ വീടിൻ്റെ വ്ളോഗും നാട്ടിലെ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വിചാരിച്ച പോലെ എനിക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കിട്ടുമ്പോൾ എടുത്ത വീഡിയോസ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്നിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ റൂമിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീടൊന്നും കാര്യമായിട്ട് അങ്ങനെ ചെയ്യാനൊന്നുമില്ല. പുതിയ മോഡൽ വീടൊന്നും അല്ല കേട്ടോ, നമ്മൾ പണ്ടേയുള്ള വീടാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ റൂമിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ തലശ്ശേരിയിൽ അറ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇത് എൻ്റെ കല്യാണ സമയത്ത് സെറ്റ് ചെയ്ത അറയാണ്. ഇപ്പോൾ നല്ല അടിപൊളി അറകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് എൻ്റെ റൂമൊന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് കബോർഡിൻ്റെ ഉള്ളിൽ ഹൈഡ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റൂം. സോഫ സെറ്റ്, ബെഡ്, കബോർഡ്, പിന്നെ ഒരു TV സെറ്റ് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു വലിയൊരു ഹോൾ വരുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് തന്നെ വേറെ ഏട്ടൻ്റെ റൂമുണ്ട് കേട്ടോ. ഏട്ടൻ്റെ റൂമും അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നാട്ടിൽ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല മഴയും ഈ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഴയായിരിക്കും. അപ്പോൾ നല്ല ചൂടുള്ള ചായ അങ്ങനെ. അപ്പോൾ നമ്മൾ ഒരുപാട് ഈ ചൂട്ടത്ത് നമ്മൾ ഒരുപാട് ഇവിടുന്ന് ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ നിന്ന് നടത്തി കേട്ടോ. നല്ല ചൂടുള്ള ചായയും അതുപോലെ കൊള്ളിക്കിഴങ്ങിൽ ബീഫൊക്കെ ഇട്ട് നല്ല പുഴുക്കോലൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു ഉമ്മ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ മാക്സിമം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ നാട്ടിൽ നിന്ന് എൻജോയ് ചെയ്തു കേട്ടോ. ഒരുപാട് കറങ്ങാനൊന്നും പോയിട്ടില്ല. പക്ഷേങ്കിൽ നമ്മൾ അത്യാവശ്യം ഫുഡ് കഴിച്ച് ഫാമിലീൻ്റെ കൂടെ തന്നെയാണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ്ങിൽ ഇങ്ങനത്തെ ഇതുപോലത്തെ ഓരോ സ്പെഷ്യൽ ഐറ്റംസ്, തലശ്ശേരി സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഹോസ്പിറ്റൽ കേസുകളാണ് കേട്ടോ. അധികം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു, ഓരോ ആവശ്യങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ അതും ഒരു ട്രിപ്പാക്കി കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതും ഫുഡ് അടിക്കാൻ നല്ല അടിച്ച് പൊളിച്ച് പോയിട്ട് വരാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതൊരു ദിവസം ഉമ്മാനെ കാണിക്കാൻ വേണ്ടി കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഉമ്മാനെ കാണിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള റഹ്മത്ത് ഹോട്ടലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചില്ലൂട്ടിൽ നല്ല അടിപൊളി സ്നാക്സ് ഐറ്റംസുകളുണ്ട്. അതുപോലെ റഹ്മത്ത് ഹോട്ടലിൽ ഏകദേശം എല്ലാവർക്കും അറിയാം, മിക്ക ആൾക്കാർക്കും അറിയാം. അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അവിടുത്തെ റഹ്മത്ത് ഹോട്ടലിലെ ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആണ്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല സൂപ്പർ ടേസ്റ്റി ബിരിയാണി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ റഹ്മത്ത് ഹോട്ടൽ. അവരിപ്പോൾ വേറെ ഒരു ബ്രാഞ്ച് കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ, കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി വെറൈറ്റി ബിരിയാണികളുണ്ട്. നമ്മളെല്ലാവരും കൂടി പോയതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഓരോ ടൈപ്പ് ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പ്രോൺസ് ആയാലും മട്ടൺ ആയാലും ചിക്കൻ ആയാലും എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് അവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ.
പിന്നെ വൈകുന്നേരങ്ങളിൽ ഇതാ വീട്ടിൽ നിന്ന് ഇങ്ങനെ മഴ, അത് കുട്ടികളേട്ടൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇവരിപ്പം വെക്കേഷന് നാട്ടിൽ വന്നതാണ് ഖത്തറിന്. അവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ മഴ മാക്സിമം ഇവർ മുതലാക്കിയിട്ടുണ്ട്. ഒരു മഴ ഇവർ മിസ്സാക്കിയിട്ടില്ല. എല്ലാ മഴയും നനയാൻ വേണ്ടി ഇവർ റെഡിയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങിക്കോളും. ഇന്ന് എന്താണെന്നറിയില്ല, കുടയൊക്കെ ചൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. സാധാരണ കുടയൊന്നും എടുക്കാറില്ല, ഡയറക്റ്റ് മഴ നനയാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീട്ടിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഇത് നമ്മളെ പാനൂരാണ്, പാനൂർ ബസ് സ്റ്റാൻഡ്, പാനൂർ ടൗണ്. നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്ത് പോകുമ്പം ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് എടുത്തതേ ഉള്ളൂ. ഒരുപാട് വിശദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോന്ന് ഞാനിങ്ങനെ കുറച്ചായിട്ട് നിങ്ങൾക്ക് കാണിക്കാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ വലിയ തിരക്കുള്ള ഒരു ടൗൺ തന്നെയാണ് കേട്ടോ നമ്മളെ പാനൂർ ടൗൺ എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിലായാൽ എന്താ പറയുക, നല്ല അടിപൊളി ചായക്കടകളൊക്കെ ഉണ്ട്. ഒരുപാട് ചില്ലുകൂട്ടുകളിലൊക്കെ ഫുള്ള് സ്നാക്സൊക്കെ ആയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ടാവും. നല്ല രസമായിരുന്നു. നല്ല മഴ, നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ വെക്കേഷൻ ട്രിപ്പ്. അപ്പോൾ അധികം വ്ളോഗ് വെച്ചിട്ടും വീഡിയോ കൊണ്ടൊന്നും ഞാൻ കളിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി. വീഡിയോ എടുത്താൽ നമുക്കത് അത്ര അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങ് ഡയറക്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ അടുത്തുള്ള കൂൾബാറിലൊക്കെ നമ്മൾ പോവും. ഇത് പാനൂരിൽ തന്നെയുള്ള കുൽഫി എന്ന് പറയുന്ന കൂൾബാറാണ് കേട്ടോ. അവിടെ നല്ല സൂപ്പർ കേക്കുകളുണ്ട്, പിന്നെ ഫലൂദ, അങ്ങനത്തെ ഒക്കെ അടിപൊളി ഐറ്റംസൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവർ നല്ല അടിപൊളി കേക്കുകളൊക്കെ ഓർഡർ എടുത്ത് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ ഹോം ബേക്കേഴ്സൊക്കെ നാട്ടിലുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ കുറേ ആൾക്കാർ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുൽഫിയിലെ കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദ, ഫ്രൂട്ട് സലാഡ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ എടുത്ത വീഡിയോസ് കൂടുതൽ ഫുഡ് ഐറ്റംസ് തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ വൈകുന്നേരം ചായക്കടയൊക്കെ ഉണ്ടാക്കും, ഇങ്ങനെ ഉഴുന്ന വട, അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലായാലും ഷെമികാൻ്റെ വീട്ടിലായാലും നമ്മളുള്ള സമയത്തൊക്കെ ഒരു ഫുഡ് കോമ്പറ്റീഷൻ പോലെയായിരുന്നു കേട്ടോ. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു മത്സരം പോലെയായിരുന്നു. അവിടെ പോയാലും ഇവിടെ പോയാലും ഫുഡ് തന്നെയായിരുന്നു മെയിനായിട്ട്. പ്രത്യേകിച്ച് ഷെമിക കുറേ വർഷങ്ങൾക്ക് ശേഷം പോകുന്നതുകൊണ്ട് തന്നെ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ട്രിപ്പാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടാണ് വേറെ ഒന്ന് പോള, വട്ടയപ്പം, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമ്പിനാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ഉമ്മ അത് ആ സമയത്ത് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പോളയും അതിൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കി വൈകുന്നേരങ്ങളിൽ നമ്മൾ ചായ കുടിക്കാൻ ഇങ്ങനെ ഇരിക്കും, കുറേ കഥകളൊക്കെ പറയും, ഇങ്ങനെ കഴിക്കും. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ദിവസങ്ങൾ വേഗം കടന്നുപോയി. നമ്മളെ പോകുന്ന ദിവസമായി കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാനിതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് സെലാലക്കാണ്. സെലാലക്ക് 2 ദിവസം എന്നിട്ടാണ് നമ്മൾ UAE വരുന്നത്. കാരണം ഷെമികാൻ്റെ ഉപ്പ അവിടെ സെലാലയിലുണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് കുറച്ചായി. എന്ന് വെച്ചാൽ ഷെമിക നാട്ടിൽ വരുമ്പം ഉപ്പ ഉണ്ടാവില്ല, ഉപ്പ നാട്ടിൽ വരുമ്പോൾ നമ്മളുണ്ടാവില്ല, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസം ഉപ്പാൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് UAE പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്ത ഐറ്റംസ് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ കുറച്ച് ചിപ്സ് ഐറ്റംസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ മസാലപ്പൊടികൾ അങ്ങനെയൊക്കെ ആയി പെട്ടെന്ന് ലഗേജ് കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ലഗേജും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരാൾക്ക് 20+7 ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലഗേജും ഫുള്ളായി കേട്ടോ. കുറച്ച് കുക്ക്ഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെലാലൊക്കെ കൊണ്ടുപോയി ഉപ്പാക്കൊക്കെ കൊടുത്ത്. അങ്ങനെയാണ് ഞാൻ മറ്റേ കുറുവ മട്ട റൈസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. കാരണം ഓണം ഒക്കെ അല്ലേ വരുന്നത്, സദ്യയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കിട്ടും, എന്നാലും നാട്ടിൽ നിന്ന് തന്നപ്പോൾ ഞാനിങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. ഇതാ നമ്മളെ തലശ്ശേരി സ്പെഷ്യൽ മുട്ടമാല ഇല്ലാണ്ട് നമുക്ക് ഒരു പരിപാടിയും നടക്കില്ല. നാട്ടിൽ പോകുമ്പോൾ തന്നെ ഷിമിക പറഞ്ഞത് നാട്ടിലെത്തിയിട്ട് വേണം മര്യാദക്ക് മുട്ടമാല കഴിക്കാനെന്നൊക്കെ ആയിരുന്നു. ഏതായാലും എല്ലാവരും മാക്സിമം ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ടാണ് കേട്ടോ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അൽസയാണ്, അലീസ എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ പറയുന്നത് അൽസ എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ തലശ്ശേരിയിൽ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ബിരിയാണീൻ്റെ കൂടെ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് അൽസ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല പെങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസം രാത്രിത്തെ ഫുഡ് ഐറ്റംസാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഏകദേശം നാട്ടിലെ ട്രിപ്പ് കഴിയാമെന്ന് ഇത് തലേദിവസം രാത്രിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഓരോ തിരക്കുകളായി. പിന്നെ പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ് നമ്മൾ പോകുന്നത്. വെള്ളിയാഴ്ച ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇറങ്ങി പിന്നെ വഴിയിൽ വെച്ച് പള്ളിയിലേക്ക് ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ചാറ്റൽ മഴയുണ്ട്, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് അങ്ങുള്ളിലേക്ക് കയറാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ നമ്മൾ ചായയൊക്കെ കുടിച്ചതാ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എയർപോർട്ട് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അങ്ങോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്, അങ്ങോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എന്തൊരു വല്ലാത്ത സങ്കടം തോന്നും. ഇപ്പോഴെനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഫ്ലൈറ്റിൽ കയറിയിരുന്നു കേട്ടോ. ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷിമിഹാൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കൂടെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫ്ലൈറ്റിൽ കയറിയിരുന്നു. സെലാമേറാന്ന് സെലാലൊക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് സീറ്റ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫ്രണ്ടിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റി. പിന്നെ രാത്രി ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. എല്ലാവരും അടിപൊളി ഉറക്കിന് ശേഷം നമ്മൾ സെലാല എത്തുകയും ചെയ്തു. ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെലാല നല്ല അടിപൊളി എയർപോർട്ടാണ്, നല്ല സൂപ്പർ എയർപോർട്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി രംഗമായിരുന്നു കേട്ടോ. ഉപ്പയും മോനും കാണുന്ന ഒരു രംഗം. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളെ കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ അവളെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സംസാരിക്കുന്ന തിരക്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഭയങ്കര സന്തോഷമായി ഉപ്പാനൊക്കെ കണ്ട് 2 ദിവസം നമ്മളവിടെ നിന്ന്. സെലാല പൊളി പ്ലേസ് ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഗൾഫിലൊക്കെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെക്കേഷൻ ടൈമിൽ ഒരു ചെറിയ ഷോർട്ട് വെക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സെലാല പോകാത്ത ആൾക്കാരാണെങ്കിൽ സെലാല പോകണം. കാരണം കാണേണ്ട അടിപൊളി പ്ലേസുകളുണ്ട്. നല്ല രസമാണ് കേട്ടോ, നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇനിയും വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓളെന്ന ഓപ്ഷനും കൊടുക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവർ ഇനി സെലാല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.